ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേഘാലയയിലേക്ക് വരുന്ന ഐറ്റനറിയാണ്. ആദ്യം തന്നെ ഞാൻ മേഘാലയയെ പറ്റി ഒന്ന് പറയാം. നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ ഒരു സ്റ്റേറ്റാണ് മേഘാലയ. നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റ്സ് നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. മേഘാലയ, ആസാം, ത്രിപുര, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ. അപ്പോൾ ഈ സ്റ്റേറ്റ്സിലെ ഒരു സ്റ്റേറ്റായ മേഘാലയയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഐറ്റിനറി ഉണ്ടാക്കുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യയെക്കാട്ടിലും ഒരുപാട് ഡിഫറൻസ് നോർത്ത് ഈസ്റ്റിനുണ്ട്. ഫുഡാണെങ്കിലും കൾച്ചറാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ടൈപ്പ് ഫുഡൊന്നും അല്ല നോർത്ത് ഈസ്റ്റിൽ കിട്ടുക. ഓയിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഐറ്റിനറിയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് മേഘാലയ. സോ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് മേഘാലയ എന്ന് പറയുന്നത് നമ്മൾ വരുന്ന ലക്ഷ്യം അനുസരിച്ച് വയ്ക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഏറ്റവും മഴ കിട്ടുന്ന സ്ഥലം ചിറാപുഞ്ചി. ഇപ്പോൾ അതൊക്കെ മാറി, മൗസിൻ റാമും ചിറാപുഞ്ചിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്ലേസും നമ്മുടെ ചിറാപുഞ്ചിയിലൊക്കെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. വാട്ടർഫോൾസ്, കേവ്സ് അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ജൂൺ ടു ഒക്ടോബർ ആണ് ബെസ്റ്റ് ടൈം. അതായത് മൺസൂൺ ആഫ്റ്റർ മൺസൂൺ. അപ്പോൾ മൺസൂൺ ടൈമിൽ വരാനാണെങ്കിൽ, അതായത് ജൂൺ ജൂലൈ ആ ടൈം ആണെങ്കിൽ മഴ കാണും. നമ്മൾ മഴ നനഞ്ഞ് റെയിൻകോട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒരുപാട് മൺസൂൺ പാക്കേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വരാം ജൂൺ ജൂലൈ ടൈമിൽ. അതല്ല ഒരു ആഫ്റ്റർ മൺസൂൺ, അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ടൈം. അതാകുമ്പോൾ മഴയില്ല, പക്ഷേ വാട്ടർഫോൾസിലൊക്കെ നല്ലപോലെ വെള്ളം കാണും. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ വരാം. അല്ലാതെ വേറെ നമ്മൾ മേഘാലയയുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അറിയാം, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ലേക്കായിട്ട് ഡൗക്കി ലേക്ക്, നമ്മൾ ബോട്ടൊക്കെ താഴെ അടിവരെ കാണാൻ പറ്റുന്ന അത്ര ഭംഗിയുള്ളൊരു ലേക്കൊക്കെ ഡൗക്കി റിവറാണ്. അവിടേക്ക് വരാനാണെങ്കിൽ ഒരു നവംബർ ടു മെയ് ആണ് ടൈം. അവിടെയും ഞാൻ ബെസ്റ്റ് ടൈം പറയുക ഒരു നവംബർ ഡിസംബർ ടൈമാണ്. ബിക്കോസ് ജനുവരി ഒക്കെ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ വെള്ളം കുറഞ്ഞു വരും, കാരണം വിൻ്റർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മഴയൊക്കെ കുറയുന്നത് കൊണ്ട് പിന്നെ വെള്ളം കുറഞ്ഞു വരുന്നത് കൊണ്ട് നവംബർ ഡിസംബർ ടൈം ആയിരിക്കും ഡൗക്കി റിവറിലൊക്കെ പോകാൻ നല്ലത്. പക്ഷേങ്കിൽ ഈ മൺസൂൺ ഞാൻ മുന്നേ പറഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ വരുവാണെങ്കിൽ ഈ ഡൗക്കി റിവറൊക്കെ വളരെ കലങ്ങിയായിരിക്കും, ഒട്ടും ക്ലിയർ ആയിരിക്കത്തില്ല. സോ സെപ്റ്റംബർ ഒക്ടോബർ ടൈം വരുമ്പോൾ നമ്മൾ കേവ്സ്, വാട്ടർഫോൾസ് തന്നെ പോകുന്നതായിരിക്കും നല്ല. ഡൗക്കി പോയാൽ അവിടെ വെള്ളം കലങ്ങിയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ മേഘാലയയിലേക്ക് എത്തും, ഹൗ ടു റീച്ച് ചോദിച്ചാൽ ഫ്ലൈറ്റും ഉണ്ട്, ട്രെയിനും ഉണ്ട്. ഫ്ലൈറ്റ് ആണെങ്കിൽ കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമ്മൾ ഗുവാഹട്ടിയിലോട്ടാണ് വരുന്നത്. കാരണം മേഘാലയയിൽ എയർപോർട്ട് ഉണ്ടെങ്കിലും മേഘാലയയിലെ വെതർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് ഫോഗിയാവും. അതുകൊണ്ട് ആരും അങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല നമ്മൾ മേഘാലയയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മോസ്റ്റ്ലി ഗുവാഹട്ടി തന്നെയാണ് നമ്മൾ ഇറങ്ങുക. അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, ഒന്നുകിൽ ചെന്നൈയോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ലേഓവർ കാണും. പിന്നെ ട്രെയിൻ ആണെങ്കിൽ ഗുവാഹട്ടി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട്, നമുക്ക് മേഘാലയയിൽ റെയിൽവേ ഒന്നുമില്ല, അതുകൊണ്ട് ഗുവാഹട്ടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കാറിന് വരുവാണ്. സോ സ്റ്റേ നോക്കുവാണെങ്കിൽ ചിറാപുഞ്ചി ആണെങ്കിലും എവിടെയാണെങ്കിലും ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റേക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഫുഡ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡാണെങ്കിലും എന്ത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും വളരെയധികം ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ബട്ട് സ്റ്റിൽ ഷിലോങ്ങിലൊക്കെ ആണെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. സിറ്റി ഹട്ട് ധാബ, ചൈനീസ് ഫുഡാണെങ്കിൽ ഡെജാവോ, വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ ജീവ വെജ്, അങ്ങനെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഷിലോങ്ങിൽ, മേഘാലയയുടെ ക്യാപിറ്റലായ ഷിലോങ്ങിലുണ്ട്. ബാക്കിയുള്ളിടത്ത് പോകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ട്രാൻസ്പോർട്ട്, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെ ട്രാൻസ്പോർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് റെൻറ്റ് കാർ കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗുവാഹട്ടിയിൽ നിന്ന് തന്നെ റെൻറ്റ് കാർ എടുത്തിട്ട് വരാം. പിന്നെ ഫുൾ നമുക്ക് ഇവിടെ മേഘാലയ ഫുൾ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് തിരിച്ച് അത് കാർ തിരിച്ചു കൊടുക്കുന്ന പോലെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ഷെയർ ടാക്സിയിൽ നമുക്ക് ഗുവാഹട്ടിയിൽ വരാം, ഷിലോങ്ങിൽ വരാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഐറ്റിനറിയിലോട്ട് വരാം. നമ്മൾ ഗുവാഹട്ടി എയർപോർട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെങ്കിലും നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് ഷെയർ ടാക്സി എടുക്കാം, അല്ലെങ്കിൽ റെൻ്റ് കാർ എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഫസ്റ്റ് വരുന്നത് ഷിലോങ്ങിലോട്ടാണ്, അതായത് മേഘാലയയുടെ ക്യാപിറ്റലായ ഷിലോങ്ങിലോട്ട്. ഗുവാഹട്ടി എന്ന് പറയുന്നത് ആസാമിലാണ്. ആസാമിൽ നമ്മൾ മേഘാലയയിലോട്ട് വരുവാണ്. അപ്പോൾ ഗുവാഹട്ടിയിൽ നിന്ന്
റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ എത്തിയെങ്കിൽ അവിടുന്ന് ഷിലോങ്ങിലെത്താൻ 100 കിലോമീറ്റർ ഉണ്ട്, അതായത് ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂർ. എയർപോർട്ടിലാണ് എത്തുന്നതെങ്കിൽ എയർപോർട്ടിൽ നിന്നും ഷിലോങ്ങിലെത്താൻ 120 കിലോമീറ്റർ ഉണ്ട്. അതും ഓൾമോസ്റ്റ് ഒരു 3.5 to 4 hours. ട്രാഫിക് അനുസരിച്ചിരിക്കും. ഷിലോങ് ഒക്കെ കുറച്ച് ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണ്, അതുകൊണ്ട് 3.5 തൊട്ട് 4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഷിലോങ്ങിലെത്തും. അപ്പോൾ ഷിലോങ്ങിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങൾ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോകാൻ പറ്റുന്നത് ഗോഹട്ടിയിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഒരു ഉമിയാം ലേക്ക് എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അവിടെ നമ്മൾ കാറിന് വരുന്ന വഴിക്ക് തന്നെയാണ്, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ പോകേണ്ട ബുദ്ധിമുട്ടില്ല. വരുന്ന വഴിക്ക് തന്നെ ഉമിയാം ലേക്ക്, അവിടെ നമുക്ക് കുറച്ച് ബോട്ടിങ് യൂസ് ചെയ്യാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് ഈ ലേക്ക് കാണാൻ. വ്യൂ പോയിന്റ്സ് അല്ല, നമുക്ക് ആ ലേക്കിലായിട്ട് ഇറങ്ങാം, വേറെ നമുക്ക് പോയി ഇറങ്ങാം. അങ്ങനെ വേണമെങ്കിലും നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് പാസ്സൊക്കെ എടുത്താണ് പോകേണ്ടത്. അവിടെ ചെന്ന് നമുക്ക് സ്പീഡ് ബോട്ട്, അല്ലാത്ത ബോട്ടിങ്, പിന്നെ കുറച്ച് ഭംഗിയുള്ള കാണാൻ നടക്കാനൊരു ബ്രിഡ്ജ്, അങ്ങനെയൊക്കെ വളരെ ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ്. ഞാൻ എൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്പോട്ട് ഉമിയാം ലേക്ക്. സെക്കൻഡ് ഞാൻ പറയുന്നത് വാട്സ് ലേക്ക്. അത് ഷിലോങ്ങിൽ തന്നെയുള്ളൊരു സ്പോട്ടാണ്. അത് ഒരു നല്ലൊരു ഗാർഡൻ, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ബോട്ടിങ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ഖാസി ഡ്രസ്സ് അവിടെ വിയർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു 100 rupees ആണ് ഒരാൾക്ക് ഡ്രസ്സ് ഇടുന്നതിനുള്ള കോസ്റ്റ്. അതിട്ട് നമുക്ക് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ഭംഗിയുള്ളൊരു ഏരിയ, ഒരു ഗാർഡൻ. അതാണ് വാട്സ് ലേക്ക്. വാട്സ് ലേക്ക് ട്യൂസ്ഡേയ്സ് ക്ലോസ്ഡ് ആണ്. പിന്നെ തേർഡ് സ്പോട്ട് ഞാൻ പറയുന്നത് എലിഫന്റ് ഫോൾസ്. എലിഫന്റ് ഫോൾസിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു എയർഫോഴ്സ് മ്യൂസിയം ഉണ്ട്. അതൊരു നല്ല സ്പോട്ടാണ്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഷിലോങ്ങിലുള്ള സ്പോട്ട്സ് ഒക്കെ പറയുന്നതാണ്. എലിഫന്റ് ഫോൾസ് ആണെങ്കിലും ഒരു 3 tier ഫോൾസ് ആണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വാട്ടർഫോൾസ് ആണ്. ഇത് ഈ ഒരു ജൂൺ ഒക്ടോബർ ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ല വെള്ളമുള്ള നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോൾസ് ആണ്. അത് ഒരു 3 tier വാട്ടർഫോൾസ്. അവിടെ നമുക്ക് ഈ ഖാസി ഡ്രസ് ഇടാനുള്ളൊരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് ഡോൺ ബോസ്കോ മ്യൂസിയം. ഡോൺ ബോസ്കോ മ്യൂസിയം ഇവിടുത്തെ കൾച്ചർ, ട്രഡീഷൻസ്, ഇവിടുത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനത്തെ ഒരു കൾച്ചറിനെ കാണിക്കുന്നതാണ് കൂടുതലും. അങ്ങനത്തെ ഒരു മ്യൂസിയമാണ്. ഒരു 4-5 നിലയിലായിട്ട് അതിൻ്റെ മുകളിലൊരു വാക്ക് വേയും ഒരു വ്യൂ പോയിന്റും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ അത് ഈ ഡോൺ ബോസ്കോ മ്യൂസിയം ഒരു 2-3 hours സ്പെൻഡ് ചെയ്യാൻ നമുക്കുണ്ട്. അതുപോലെ കുറച്ച് ഉണ്ട് അത് കാണാൻ. സോ ഇത്രയാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എലിഫന്റ് ഫോൾസ്, ഉമിയാം ലേക്ക്, വാട്സ് ലേക്ക്. ഓക്കെ, സോ ഇനി നമ്മൾ ഷിലോങ്ങിൽ വേണമെങ്കിൽ അന്ന് നമുക്ക് സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്നത് മൗസിൻഡ്രാമിലോട്ടാണ്. മൗസിൻഡ്രാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചിറാപുഞ്ചി ഏറ്റവും മഴ ലഭിക്കുന്ന സ്ഥലമാണെങ്കിലും പിന്നീട് അതിൻ്റെ ആ റെക്കോർഡ് മാറി മൗസിൻഡ്രാമിൽ വേൾഡ്സ് വെറ്റസ്റ്റ് പ്ലേസ് എന്നൊരു ബോർഡൊക്കെ അവിടെ ഉണ്ട്. മൗസിൻഡ്രാമിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ടൈ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലേസാണ്. ഇവിടെ നമ്മൾ പോയാൽ എപ്പോഴും മഴയായിരിക്കും. അവിടെ കാണാനുള്ള സ്ഥലങ്ങൾ, ഒന്ന് ക്രെംപുരി കേവ്. അത് കംപ്ലീറ്റ്ലി ഒരു എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേവ് അല്ല, വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതും വിത്ത് ഗൈഡ്. നമ്മൾ ആ കേവിൻ്റെ മുന്നിൽ എത്തുമ്പോൾ അവിടെ ആൾക്കാർ കാണും, ഗൈഡൊക്കെ കാണും. ഗൈഡ് ഇല്ല, അത് അവിടെ ആളില്ല എങ്കിൽ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. സ്പോട്ട് സ്പ്ലിറ്റ് റോക്ക്. സ്പ്ലിറ്റ് റോക്ക് ഒരു എർത്ത് ക്വേക്ക് വന്നിട്ട് ഒരു മല 2ആയിട്ട് പിളർന്നതാണ്. അതിൻ്റെ നടുക്ക് ഭാഗത്തൂടെ നമുക്ക് നടക്കാൻ പറ്റും. അത് ജസ്റ്റ് നോർമലി നടക്കുന്നതല്ല, അതിനകത്ത് തന്നെ കുറേ ഇങ്ങനെ നമ്മൾ ഏണി കയറി മണ്ടക്കോട്ട് പോവുക, അങ്ങനെ ഒരു ട്രഷർ ഹണ്ട് ഫീൽ വരും നമുക്ക് ആ സ്പ്ലിറ്റ് റോക്കിൽ പോയാൽ. അങ്ങനെ അതൊരു നല്ല സ്പോട്ടാണ്. തേർഡ് വൺ ക്രെങ് ഫോൾസ്. അതൊരു വാട്ടർഫോൾസ് ആണ്. നമ്മൾ റോഡിൽ നമ്മൾ കാറിൽ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റുന്ന ഒരു നല്ല വാട്ടർഫോൾസ് ആണ്. പക്ഷേ ഇതെല്ലാം ഈ ജൂൺ ടു ഒക്ടോബർ ടൈമിൽ വന്നാൽ ഈ ക്രെങ് വാട്ടർഫോൾസിലൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. നമ്മൾ നവംബർ ടു മെയ് ടൈമിൽ വന്നാൽ വാട്ടർഫോൾസിൽ വെള്ളം കാണത്തില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു മല മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് ഞാൻ മൗസിൻഡ്രാമിലെ എൻ്റെ സജഷൻസ്. അന്ന് അവിടെ സ്റ്റേ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ എല്ലാം കണ്ട് കഴിയുവാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് ചിറാപുഞ്ചി പോവാം. സോ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ചിറാപുഞ്ചി.
ചിറാപുഞ്ചിയിൽ എത്ര സ്പോർട്സും പറഞ്ഞാൽ തീരില്ല, അതുപോലെ സ്പോർട്സ് ഉള്ളൊരു സ്ഥലമാണ് ചിറാപുഞ്ചി. ഇപ്പോൾ ചിറാപുഞ്ചി നിങ്ങളുടെ ഐറ്റിനറി വെച്ചിട്ട് നിങ്ങൾക്ക് 2 days സ്പെൻഡ് ചെയ്യാൻ ചിറാപുഞ്ചി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 2 days എടുക്കാം, 3 days പറ്റുമെങ്കിൽ 3 days എടുക്കാം. അത്രയും സ്പോർട്സ് ഉണ്ട് ചിറാപുഞ്ചിയിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗാർഡൻ ഓഫ് കേവ്സ്. ഗാർഡൻ ഓഫ് കേവ്സ് എനിക്ക് തോന്നുന്നു എൻട്രി ടിക്കറ്റ് 100 rupees per person ആണെന്ന്. അതൊരു 3 hours നമുക്ക് സ്പെൻഡ് ചെയ്യാൻ അവിടെ ഉണ്ട്, ഓൾമോസ്റ്റ് 3 hours. പിന്നെ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഒത്തിരി ഏജ്ഡ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഈ സ്പോട്ട് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ 3 hours തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നടന്ന് കാണാനുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ഇതിനകത്ത് ഗാർഡൻ ഓഫ് കേവ്സിലുള്ളത് നമുക്ക് 1-2 വാട്ടർഫോൾസ് നമുക്ക് അതിനകത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ കേവ് ഉണ്ട്, പിന്നെ ബ്രിഡ്ജും ബാംബു ബ്രിഡ്ജും ഒക്കെ ആയിട്ട് അവിടുത്തെ മലയിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടി അവരവിടെ വെച്ചിട്ടുണ്ട്. മലയിൽ നിന്ന് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. സോ അങ്ങനെയൊക്കെ കുറച്ച് സ്പോട്ട്സ് ഒക്കെ ആയിട്ട് അതിൻ്റെ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാം. അതാണ് ഗാർഡൻ ഓഫ് കേവ്സ്. സെക്കൻഡ് സ്പോട്ടാണ് ആർവ കേവ്. ആർവ കേവ്, നമ്മൾ ആർവ കേവിലോട്ട് നടക്കുന്ന വഴി തന്നെ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ഒരു മലയുടെ സൈഡിൽ കൂടാണ് നമ്മൾ നടക്കുന്നത്. കാരണം നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ വലിയ കൊക്കയാണ്. അങ്ങനെ കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ പോകുന്ന വഴിക്കുള്ള നല്ല ഭംഗിയുള്ളൊരു കേവാണ് ആർവ കേവ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു കേവാണിത്. ബിക്കോസ് നമുക്ക് സ്ട്രെയിറ്റ് നടന്നു പോകാൻ പറ്റുന്ന കേവ്, ഒത്തിരി കുനിഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. നമുക്ക് നേരെ നടന്നു പോകാൻ പറ്റുന്ന കേവ് ആർവ കേവ്. തേർഡ് വൺ മൗസ് മൈ കേവ്. മൗസ് മൈ കേവിൽ തന്നെ 2 caves ഉണ്ട്. ഈ ആർവ കേവിലും മൗസ് മൈ കേവിലും ഒക്കെ ഉള്ളിൽ അവർ ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല വെളിച്ചമുണ്ട്. അകത്ത് നടന്ന് കയറി പോകാൻ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. മൗസ് മൈ കേവിൽ കുറച്ച് ഇങ്ങനെ നമ്മൾ കുനിഞ്ഞ് പോകേണ്ടതും കുറച്ച് ഇഴഞ്ഞ് പോകേണ്ടതുമായിട്ടൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത്രയാണ് കേവ്സിലുള്ളത് ചിറാപുഞ്ചിയിൽ. ഇനി വാട്ടർഫോൾസ് നോക്കുവാണെങ്കിൽ നോക്കലക്കെ വാട്ടർഫോൾസ്. നോക്കലക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണ്. അത് നിങ്ങൾക്ക് പോവാം. 7 Sisters വാട്ടർഫോൾസ്. ഈ നോക്കലക്കെ വ്യൂ പോയിന്റ് ആണ്. നമുക്ക് വാട്ടർഫോൾസിന്റെ താഴെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അതിനൊരു ട്രെക്കിംഗ് ഉണ്ട്, പക്ഷെങ്കിൽ അതൊരു 1-2 hours ട്രെക്കിംഗ് ആണ്. അതും ഇങ്ങനെ കുത്തനെ ഇറക്കും, നല്ലൊരു വഴി കാണത്തില്ല, നമ്മൾ കാട്ടിലൂടെ പോകുന്ന പോലെ ആയിരിക്കും ട്രെക്കിങ്. പിന്നെയുള്ളത് 7 Sisters വാട്ടർഫോൾസ്. 7 Sisters വാട്ടർഫോൾസ് വ്യൂ പോയിന്റ് ആണ്. നമ്മളൊരു പോയിന്റിൽ നിൽക്കുമ്പോൾ വാട്ടർഫോൾസ് കാണാം. അതിൻ്റെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെയുള്ള വാട്ടർഫോൾസ് വാക്കബ വാട്ടർഫോൾ. ഇതെല്ലാം വളരെ അടുത്തടുത്ത, ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും ഇല്ല പോകാൻ നിങ്ങൾക്ക്. വാക്കബ വാട്ടർഫോൾസ് ആണെങ്കിലും ഒരു വ്യൂ പോയിന്റ് ആണ്. അതും വാട്ടർഫോൾസും അതിൻ്റെ അവിടെ ഒരു വ്യൂ, ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ഒക്കെ. പിന്നെ നിങ്ങൾക്ക് ചിറാപുഞ്ചിയിലോട്ട് പോകുന്ന വഴിക്കുന്ന ഒരു വാലി ഉണ്ട്, ഒരു ബ്രിഡ്ജൊക്കെ കഴിഞ്ഞിട്ടൊരു വാലി ഉണ്ട്. അതൊരു സ്പോട്ടാണ്. അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഒക്കെയുള്ള, ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. അവിടെ സിപ്പ് ലൈനിങ് ചെയ്യാൻ പറ്റും, പിന്നെ ബഞ്ചി ജമ്പിങ് ചെയ്യാൻ പറ്റും. ആ വാലിയിൽ തന്നെ നമ്മൾ സ്റ്റെയർസ് ഉണ്ട്. അവിടെ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ അത് കുറച്ചധികം നമുക്ക് പടികൾ ഇറങ്ങി പോകാനുണ്ട്. അവിടെ ആണെങ്കിൽ നമുക്കൊരു വാട്ടർഫോൾസ് കാണാൻ പറ്റും. സോ വേറെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. നമ്മൾ വേറെ ഞാൻ വാട്ടർഫോൾസിൻ്റെ പേര് പറയാം. മൗസഡോങ് ഫോൾസ്, ലിങ്സ്കേ വാട്ടർഫോൾസ്, പ്രൂട്ട് വാട്ടർഫോൾസ്. ഈ പ്രൂട്ട് വാട്ടർഫോൾസിൻ്റെ ബാക്കിൽ ചെന്നിട്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ നമ്മുടെ മുന്നിൽ വാട്ടർഫോൾസ് ഇങ്ങനെ ഒഴുകുക. സോ അങ്ങനത്തെ ഒരു വ്യൂ ഈ പ്രൂട്ട് വാട്ടർഫോൾസിലുണ്ട്. പിന്നെ വേസഡോങ് വാട്ടർഫോൾസ്. വേസഡോങ് യൂഷ്വലി എല്ലാ മേഘാലയ നമ്മൾ പേജസ് കാണുമ്പോഴും കാണുന്നൊരു വാട്ടർഫോൾസ്, ഒരു 3-tier വാട്ടർഫോൾ. പക്ഷെ ഇപ്പോൾ അത് ഒരു 1 year ആയിട്ടത് കുറച്ച് ലാൻഡ് ഡിസ്പ്യൂട്ട് എന്തോ ഇഷ്യൂസ് കാരണം അത് ക്ലോസ്ഡ് ആക്കി വെച്ചേക്കുവാണ്. ആർമി ഒക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് അത് നിങ്ങൾ പോകുന്ന സമയത്ത് ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല. വേറെ ഇനി ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇത്ര വാട്ടർഫോൾസാണ് പറയുന്നത്. ഇതല്ലാതെ ചിറാപുഞ്ചിയിൽ ഒരു ഡബിൾ ഡെക്കർ ട്രെക്ക് ഉണ്ട്.
ആ ട്രെക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ മേഘാലയ ട്രിപ്പ് ഒരു റിലാക്സ്ഡ് ഒരു വെക്കേഷനായിട്ടാണ് വരുന്നതെങ്കിൽ ആ ട്രെക്കിന് പോവാതിരിക്കാം. ബിക്കോസ് അതൊരു ഒരു 3500 സ്റ്റെയർസ് നമ്മൾ പടി ഇറങ്ങി നമ്മൾ താഴോട്ട് പോകണം. അത് വളരെ ടയറിങ് ആണ്. നമുക്കൊരു 2-2.5-3 മണിക്കൂർ എടുക്കും ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൽ എത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ആ ഇത് കയറി വരണം. സോ തിരിച്ച് കയറി വരാനും ഒരു 3.5 മണിക്കൂറോളം എടുക്കും. സോ അത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു ഇതാണ്. അത് കുട്ടികളുണ്ടെങ്കിലോ പ്രായമുള്ളവരുണ്ടെങ്കിലോ ഒക്കെ അവോയ്ഡ് ചെയ്യാം. ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ ഒരു റിലാക്സ്ഡ് ട്രിപ്പാണെങ്കിൽ, ഒരു കാം റിലാക്സ്ഡ് പീസ്ഫുൾ ട്രിപ്പാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. സോ നോങ്ക്രിയാറ്റ് വില്ലേജിലാണ് ഈ ട്രെക്കിംഗ് ഉള്ളത്. അത് നമുക്ക് ഒരു കുറച്ച് ദൂരം നമ്മൾ പടി ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് സിംഗിൾ ഡെക്കർ ലോങ് റൂട്ട് ബ്രിഡ്ജ് കാണാം. അത് ഒരു ഇതായിട്ടുള്ള ബ്രിഡ്ജാണ്. പിന്നെ നമ്മൾ കുറച്ചധികം പോയി കഴിയുമ്പോഴാണ് ഈ ഡബിൾ ഡെക്കർ 2 ഇതായിട്ടുള്ള ബ്രിഡ്ജ് കാണുന്നത്. ആദ്യം അവർ ഫസ്റ്റ് താഴത്തെ ബ്രിഡ്ജ് ആണ് ഉണ്ടാക്കിയത്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലിവിങ് റൂട്ട് ബ്രിഡ്ജാണ്. എന്ന് വെച്ചാൽ മരത്തിന്റെ വേരുകൾ ബാംബുവിന്റെ ഒക്കെ ഹെൽപ്പിൽ അവർ വലിച്ചു കെട്ടി ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുവാണ്. കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് ലിവിങ് റൂട്ട്സ്. അതാണ് ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത. അപ്പോൾ ഫസ്റ്റ് ഇവർ താഴത്തെ ബ്രിഡ്ജ് ഉണ്ടാക്കിയപ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ വെള്ളം പൊങ്ങിയിട്ട് ആ ബ്രിഡ്ജ് മുങ്ങിപ്പോവാം. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിന് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് പേര് വന്നത്. സോ ഈ ഡബിൾ ഡെക്കർ കഴിഞ്ഞ് പിന്നെ ഒരു 1.25 മണിക്കൂർ പോകുമ്പോൾ ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞൊരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും. അവിടെ നമുക്ക് സ്വിം ചെയ്യാനൊക്കെ പറ്റും. ബ്ലൂ കളർ വാട്ടർ ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ റെയിൻബോ വാട്ടർഫോൾസ്. അതൊരു വാട്ടർഫോൾസ് ആണ്. അവിടെ യൂഷ്വലി മഴ ഒക്കെ ഉള്ളതുകൊണ്ട്, വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും റെയിൻബോ കാണും. അതുകൊണ്ടാണ് അതിന് റെയിൻബോ വാട്ടർഫോൾസ് പേര്. സോ ഇത്രയും കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. യൂഷ്വലി ഈ ട്രെക്കിങ്ങിന് പോകുന്നവർ ആ താഴെ എത്തി നോങ്ക്രിയാറ്റ് വില്ലേജിൽ അവർ താമസിച്ചിട്ട് നെക്സ്റ്റ് ഡേ കയറി വരുവാണ് ചെയ്യാറ്. ഇത് പക്ഷെ കുറച്ച് ടയറിങ് ആയിരിക്കും. അത് ഞാൻ ഓൾറെഡി പറയാതെ അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് പോകുന്നവർക്കാണെങ്കിൽ ഓക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോട്ടോസ് ഞാൻ ഇടുന്നുണ്ട്. സോ ഇത്രയാണ് എൻ്റെ ചിറാപുഞ്ചി എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചിറാപുഞ്ചിയിൽ പോകാൻ പോകുന്നത് ഡൗക്കിയിലോട്ടാണ്. ക്രിസ്റ്റൽ ക്ലിയർ ലേക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ. അത് നവംബർ ടു മെയ് ടൈമിൽ വന്നാലാണ് അതിൻ്റെ ആ നല്ല ഭംഗി നമുക്ക് അറിയാൻ പറ്റുക. ഇപ്പോൾ ഈ ഡൗക്കിയിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി 2 സ്പോട്ട്സ് ഉണ്ട്. ആ ഡൗക്കി എത്തുമ്പോൾ തന്നെ ഒരു ഡൗക്കി റിവറിൽ നമുക്ക് കുറേ ടാക്സിക്കാരൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ബോട്ടിങ്ങുകാരൊക്കെ നമ്മളെ നിർത്താൻ പറയാം. അവർ അവിടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു സ്പോട്ടുണ്ട് ഷോൺപടങ് എന്ന് പറഞ്ഞ്. ഷോൺപടങ്ങിൽ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ചെയ്യാൻ പറ്റും. അതാണ് സ്നോർക്കലിംഗ്, ക്ലിഫ് ജമ്പിങ്, കയാക്കിംഗ്, ബോട്ടിങ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കയാക്കിങ്ങും ബോട്ടിങ്ങും അവിടെ നിന്ന് ചെയ്തിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഷോൺപടങ്. നിങ്ങൾക്ക് ഷോൺപടങ്ങിൽ ടെൻറ്റിൽ താമസിക്കാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ അടുത്ത സ്പോട്ട് നമുക്കുള്ളത് മൗളിനോങ് വില്ലേജ് ആണ്. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചിറാപുഞ്ചിയിൽ നിന്ന് ഡൗക്കിയിലോട്ട് പോകുന്ന വഴിക്ക് മൗളിനോങ് വില്ലേജ് കണ്ടിട്ട് ഡൗക്കിയിലോട്ട് പോകാം. അല്ലെങ്കിൽ ഡൗക്കി കണ്ടിട്ട് മൗളിനോങ് വില്ലേജ് വേണമെങ്കിൽ കാണാം. ഈ മൗളിനോങ് വില്ലേജ് ഏഷ്യാസ് ക്ലീനസ്റ്റ് വില്ലേജ് എന്ന് മുൻപൊരിക്കൽ അതിന് പേര് കിട്ടിയ ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു വില്ലേജാണ്. സോ ആ വില്ലേജ് നമുക്ക് അകത്ത് കയറി കാണാം. അത് അതിൻ്റെ പ്രത്യേകത വളരെ ക്ലീൻ ആക്കി ഇട്ടേക്കുന്നു. എല്ലാം പോകുന്ന വഴിക്കെല്ലാം ഡസ്റ്റ്ബിൻസ്, അവരുടെ ബാംബു ഡസ്റ്റ്ബിൻസ് ഉണ്ട്. അപ്പം ഒട്ടും പ്ലാസ്റ്റിക്കോ അഴുക്കോ ഒന്നും ഇല്ലാതെ വളരെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു വില്ലേജാണ് മൗളിനോങ്. അതിനകത്തൂടെ നമുക്ക് കയറി കാണാം. അവിടെ ആ വില്ലേജിലുള്ള താമസിക്കുന്ന ആൾക്കാരും വീട്ടുകാരും വീടുകളും എല്ലാം നമുക്ക് കാണാം. അവർക്ക് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും, ടാറ്റ കാണിക്കും. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഈ മൗളിനോങ് വില്ലേജ് കാണാം. വേറെ ഉള്ളത് അവിടെ ഒരു ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്. അത് ഈ നോങ്ക്രിയാറ്റ് വില്ലേജിൽ പോയിട്ട് നമ്മൾ ട്രെക്കിംഗ് ചെയ്ത് കാണുന്നതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലിവിങ് റൂട്ട് ബ്രിഡ്ജാണ്. ബിക്കോസ് ഇതിനങ്ങനെ ഒത്തിരി നടക്കാനൊന്നുമില്ല, വളരെ കുറച്ച് നടക്കാനുള്ളൂ.
പിന്നെ ഇതും വളരെ ഭംഗിയുള്ള ഒരു ലിവിങ് റൂം ബ്രിഡ്ജാണ്. നല്ല ബ്രോഡായിട്ട് ഇച്ചിരി കൂടെ ഒരു വീതിയുള്ളൊരു ലിവിങ് റൂം ബ്രിഡ്ജാണ്. നമുക്ക് അതിൽ കൂടെ നടക്കാം. താഴെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, നമുക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ടൈം. അങ്ങനെ ലിവിങ് റൂം ബ്രിഡ്ജും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡൗക്കിയിൽ നിന്ന് പോകുന്നു. അന്ന് ഡൗക്കിയിൽ സ്റ്റേ ചെയ്യാം. ഓക്കെ, ഡൗക്കിയിൽ നിന്ന് നമ്മൾ ഇനിയും നെക്സ്റ്റ് സ്പോട്ട് നമ്മുടെ ജൊവായി ആണ്. ജൊവായിലെ ക്രാങ്ഷുറി വാട്ടർഫോൾസ്, അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടൊരു വാട്ടർഫോൾസ് ആണ്. നമുക്ക് അതിൻ്റെ ആ പാർക്കിംഗ് സ്പേസിൽ നിന്ന് ഇത് വാട്ടർഫോൾസിലോട്ട് എത്താൻ നല്ല റെയിൽസും പടികളും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വാട്ടർഫോൾസ് ആണ്. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വാട്ടർഫോൾസിൽ അതിൻ്റെ താഴെ ഇറങ്ങി നമുക്ക് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യാം. അതല്ലാതെ ഇച്ചിരി തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കയാക്കിംഗ് ചെയ്യാനുള്ളൊരു സ്പോട്ടും ഉണ്ട്. വെള്ളത്തിൽ ഇറങ്ങാനും വാട്ടർഫോൾസിൻ്റെ തൊട്ട് അവിടെ വ്യൂ പോയിന്റ് അല്ലാതെ വാട്ടർഫോൾസിൽ ഇറങ്ങാനും പറ്റിയൊരു സ്പോട്ടാണ് ഈ ക്രാങ്ഷുറി. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഫിഫി വാട്ടർഫോൾസ്. ഫിഫി വാട്ടർഫോൾസിൽ ഈ ക്രാങ്ഷുറി പോലെയല്ല, നമുക്ക് ആ സ്പോട്ടിലോട്ട് എത്താൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇച്ചിരി പ്രായമുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചധികം നടക്കാനുണ്ട്. അതും നടക്കുന്ന വഴിയൊക്കെ അങ്ങനെ ഒരു മെയിൻറ്റെയിൻഡ് വഴിയല്ല. നമ്മൾ നല്ലൊരു ട്രെക്കിംഗ് ഷൂസൊക്കെ ഇട്ട് നടക്കേണ്ട ഒരു ഇതാണ്. പക്ഷെ വാട്ടർഫോൾസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വാട്ടർഫോൾസ് ആണ്. അവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ട് അവിടെ ഇറങ്ങാനൊക്കെ പറ്റും. ഒരു വ്യൂ പോയിന്റ് അല്ല, അങ്ങനത്തെ ഒരു വാട്ടർഫോൾ അല്ല. നെക്സ്റ്റ് വാട്ടർഫോൾ ടിർഷി വാട്ടർഫോൾ. അതും പടികളൊക്കെ ഉണ്ട്, റെയിൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം താഴോട്ട് ഇറങ്ങാനുണ്ട്, എന്നാലും വലിയ ബുദ്ധിമുട്ട് ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾസ് ആണ് ടിർഷി വാട്ടർഫോൾ. നെക്സ്റ്റ് ആയിട്ടൊരു പ്ലേസ് പറയുന്നത് നാക്യാങ് മോണോലിത്സ്. അത് ഇവിടെ നിങ്ങൾക്ക് ഷിലോങ്ങിൽ വരുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് സ്ഥലത്ത് മോണോലിത്ത് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് മോണോലിത്ത് സ്റ്റോൺസ് ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് വെറുതെ അത് ജസ്റ്റ് ഒന്ന് കാണാനും ഒരു പാർക്ക് പോലെ നടക്കാനും പറ്റുന്ന ഒരു പ്ലേസ് ആണ്. എക്സ്ട്രാ ആയിട്ട് വെച്ചേക്കോ, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജൊവായിൽ നിന്ന് പിന്നെ നമ്മൾ ഷിലോങ് വരാതെ തന്നെ നമുക്ക് ഗോഹട്ടി പോകാൻ പറ്റും. ഗോഹട്ടിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ്. ഞാനിത് കൂടാതെ 2 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്തോട്ടെ. നമ്മൾ ഫസ്റ്റ് ഗോഹട്ടിയിൽ നിന്ന് ഷിലോങ് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേസും കൂടെ ആഡ് ഓൺ ചെയ്യാം, ലേക്ക് ലൂം കാനിയോൺസ്. പക്ഷെ അത് ഒരു കുറച്ച് ദൂരമുണ്ട് ഷിലോങ്ങിൽ നിന്ന്, ഒരു 1 hour എടുക്കും. പിന്നെ ഞാൻ ഓൾറെഡി കുറേ പ്ലേസസ് പറഞ്ഞതുകൊണ്ട് ഈ ലേക്ക് ലൂം ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ലേക്ക് ലൂം കാനിയോൺസ് നിങ്ങൾക്ക് ഷിലോങ്ങിലുള്ളപ്പം ആഡ് ഓൺ ചെയ്യാം. വേറൊരു കാര്യം, നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റയിലും ഒത്തിരി റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് വാരിച്ചോര. വാരിച്ചോര വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അതും ഈ നവംബർ ഡിസംബർ ടൈമിലാണ് വാരിച്ചോര വരാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഞാൻ അത് നല്ല ട്രാവലും ഉണ്ട്. നമുക്ക് ഗോഹട്ടിയിൽ നിന്ന് തന്നെ വാരിച്ചോരയിലോട്ട് പോകുന്നതാണ്. തുറയിലാണ്, അത് കുറച്ചധികം ദൂരമുണ്ട്. ഗോഹട്ടി എയർപോർട്ടിൽ നിന്ന് വാരിച്ചോരയിലോട്ട് പോകുന്നതാണ്. നമുക്ക് ഷിലോങ്ങിൽ എത്തിയിട്ട് പോകുന്നതിലും ഡിസ്റ്റൻസ് കുറവ്. അപ്പോൾ ഗോഹട്ടി ടു വാരിച്ചോര 219 kilometers ഉണ്ട്. അതായത് ഒരു 6.5 മണിക്കൂർ എടുക്കും. അതിനുശേഷം വാരിച്ചോരയിൽ നിന്ന് നമുക്ക് പിന്നെ ഷിലോങ്ങിലോട്ട് വരാം. അതായത് ഗോഹട്ടിയിൽ നിന്ന് സ്ട്രെയിറ്റ് ഷിലോങ്ങിലോട്ട് വരുന്നതിന് പകരം ഗോഹട്ടി ടു വാരിച്ചോര, വാരിച്ചോര ടു ഷിലോങ്. അപ്പോൾ വാരിച്ചോര ടു ഷിലോങ് ആണ് 272 kilometers ഉണ്ട്. അതും ഓൾമോസ്റ്റ് ഒരു 7-7.5 മണിക്കൂർ എടുക്കും. പിന്നെ റോഡൊന്നും അത്ര നല്ല റോഡാകണമെന്നില്ല. റോഡൊക്കെ ചില പ്ലേസസിലൊക്കെ മോശമായിരിക്കും. സോ അതൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഇവിടെ ഞാൻ ഓഫ് ബീറ്റ് ലൊക്കേഷൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈ ഓഫ് ബീറ്റ് ലൊക്കേഷൻസിലൊക്കെ നമുക്ക് ഇച്ചിരി റിസ്ക്കിയാണ്. കാരണം നമുക്ക് അവിടെ ഗൈഡോ അല്ലെങ്കിൽ കൂടുതലുള്ള എല്ലാ പ്ലേസസിലും ഗൈഡ് ഇല്ലാതെ നമുക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഗൈഡോ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഓഫ് ബീറ്റ് ലൊക്കേഷൻസ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. അങ്ങനത്തെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മേഘാലയ ഐറ്റിനറി. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. Okay, bye. Thank you.